ജാസ്മിൻ ഗബ്രി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. ജാസ്മിനെയും ഗബ്രിയെയും കുറിച്ച്. ബിഗ് ബോസ് സീസൺ 6 എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ ആ ഒരു സീസണിലാണ് അത്യാവശ്യം എല്ലാവരും എന്നെ പരിചയപ്പെടാനും ഇഷ്ടപ്പെടാനും സബ് ചെയ്യാനും തുടങ്ങിയ ഒരു സീസൺ ആയിരുന്നത്. ഓക്കെ, ആ സമയത്ത് എൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു കേട്ടോ. ഈ പറഞ്ഞ ജാസ്മിൻ്റെ അല്ല, വേറൊരു മഹത്തായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഷോയിൽ നിന്ന് പാതിക്കിട്ട് ഇറങ്ങിപ്പോയ ആ വ്യക്തിയുടെ ഒരു കോൺട്രവേഴ്സി. അപ്പം അത് തുടർന്നാണ് എന്നെ ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങിയതൊക്കെ. ഓക്കെ, അപ്പം ജാസ്മിനും ഗബ്രിയെക്കുറിച്ച് അതിനകത്ത് കാണിച്ചിരിക്കുന്ന ഓരോ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ എതിർത്ത് സംസാരിച്ചൊരു വ്യക്തിയാണ്. പിന്നെ ചില കാര്യങ്ങളിലൊക്കെ ഞാൻ ഇവർക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അകത്തെ കാര്യങ്ങളൊക്കെ അവൾ കാണിച്ച തെറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചാണ്. പുറത്ത് അതിനെ മനഃപൂർവ്വം പെടുത്താൻ ശ്രമിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ. കാരണം ഇതെല്ലാം ജാസ്മിൻ്റെ തലയിൽ വെച്ച് കൊടുത്തിട്ട് ചില ആൾക്കാർക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് നൈസായിട്ട് ഊരിപ്പോകാനൊക്കെ. ഓക്കെ, ഇനി അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയൊന്നും ചെയ്യുന്നില്ല. നമുക്ക് ഇവരുടെ കഥയിലോട്ട് വരാം. ഇവരുടെ കഥ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷോയ്ക്കകത്ത് കണ്ടതാണ്. കാരണം ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളായിരുന്നു അതിനകത്ത് നമുക്ക് കാണുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തത്. പിന്നെ മറ്റുള്ളവർ രഹസ്യമായിട്ട് ചെയ്യുന്നു, പുള്ളി അത് ഓപ്പണായിട്ട് ചെയ്ത് കാണിക്കുകയും ചെയ്തു. ഇനി ഇവിടെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഞാൻ അന്നേ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗബ്രി ഹേറ്റ് മാറാൻ വേണ്ടി മാത്രമാണ് ഈ പറയുന്ന ജാസ്മിൻ്റെ കൂടെ നിന്നത്. കാരണം ഗബ്രി അവിടെ നിന്ന് ഇട്ടിട്ട് പോയാൽ അവന് നല്ല പണി കിട്ടും, ഉറപ്പാണ്. കാരണം അത് ആ ഒരു രീതിയിലാണ്. എങ്ങനെ പോയാലും ഗബ്രിയുടെ ഫാമിലിക്കൊന്നും ഇവിടെ കണ്ടുകൂടായിരുന്നു. പക്ഷേ ആ ഒരു ഹേറ്റ് അവിടെ ഇവൻ കാരണം ആ പെണ്ണിനുണ്ട് എന്നുള്ള റീസൺ കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന ഗബ്രി ജാസ്മിൻ്റെ കൂടെ നിന്നത്. വ്ളോഗ് പോകുന്നു, എടുക്കുന്നു, ഓരോ രാജ്യങ്ങളിൽ പോകുന്നു, അവിടെ നിന്ന് റീലെടുക്കുന്നു, ബർത്ത്ഡേ വരുന്നു, ജാസ്മിൻ അവിടെ പോകുന്നു, ഗബ്രി ഇവിടെ വരുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, മറ്റേത് ചെയ്യുന്നു, മറിച്ചത് ചെയ്യുന്നു. ഓക്കെ, ആർക്കും ഒരു കുഴപ്പമില്ല, ഒന്നുമില്ല. സോഷ്യൽ മീഡിയയിൽ ഒരു അഭിനയം മാത്രം. അത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. എനിക്കത് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഹേറ്റ് മാറാൻ വേണ്ടി ഞാനത് എൻ്റെ വീഡിയോയിലും പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇവൻ്റെ ഹേറ്റ് മാറി എടുക്കാനും ഇവിടെയും ഹേറ്റ് ഉറച്ചെടുക്കാനും ആൾക്കാരെ പഴയ സപ്പോർട്ടാക്കി എടുക്കാൻ വേണ്ടി ഇവർ പല പണിയും ചെയ്യുന്നുണ്ടെന്ന് നല്ല രീതിയിൽ മനസ്സിലായതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇപ്പം ലേറ്റസ്റ്റ് ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു ഗബ്രിയുടെ. നമ്മുടെ ഷൈൻ ടോം ചാക്കോയുടെ ഒരു മൂവിയുടെ ഒരു ഇതാണ്. ഞാൻ അതൊന്ന് ജസ്റ്റ് വെച്ച് തരാം, എന്നിട്ട് നമുക്ക് ജാസ്മിൻ്റെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം ഗബ്രി കുട്ടാ പറയടാ. ഓക്കെ, ഇതാണ് ആ വീഡിയോ. പുള്ളി വിചാരിച്ചിരിക്കുന്ന ജാസ്മിനുമായിട്ട് ലിവിങ് ടുഗദർ ആണെന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ വിചാരിച്ചിരിക്കുന്നത്. ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുന്നതാണോ എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ അറിയില്ല. ഞാൻ സിംഗിൾ ആണ്. സിംഗിൾ ആൻഡ് ബാച്ചിലർ ആൻഡ് സ്റ്റിൽ ലുക്കിംഗ് ഫോർ ഗേൾസ്. ഓക്കെ, ഇപ്പൊ പുള്ളിക്കാരൻ സിംഗിളും അതും ഇതും മറ്റേതും മറിച്ചതും ഒക്കെ ആയിരുന്നു. നേരത്തെ താങ്കൾ എന്തൊക്കെയായിരുന്നു സോഷ്യൽ മീഡിയ വന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഇവിടെ ഏത് കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ മിസ്റ്റർ ഗബ്രി. പിന്നെ അത് ഗബ്രിയാക്കി ഇങ്ങനെ ഗർഭം കലിക്കാക്കി പല രീതിയിലെ സംസാരങ്ങൾ വരെ വന്നിട്ടുണ്ടായിരുന്നു. ഗബ്രി 64ാമത്തെ എപ്പിസോഡിലെങ്ങാണ്ടാണ് ബിഗ് ബോസിൽ നിന്ന് ഔട്ടായി പോകുന്നത്. ആ സമയത്ത് എല്ലാവരും പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഗബ്രിക്കാളും യോഗ്യത ഉള്ള ഔട്ടാവാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ. സത്യമായിരുന്നു, ഉണ്ടായിരുന്നു. കാരണം പിന്നെ എന്ന് വെച്ചാൽ അണ്ണൻ ആ ഒരു വീക്കിലാണ് മാസ് കാണിച്ചാണ്. കുഴപ്പമില്ല, ഞാൻ പോയി നിന്നോളാം, എവിഷിന് പോയിക്കോളാം, ഒരു കുഴപ്പമില്ല. പക്ഷേ എവിഷിന് വന്നിരിക്കുന്ന സീക്രട്ട് ഏജൻറ്റ് സായി, ഗബ്രി നല്ല വമ്പൻ ടീമുകളാണ് വന്നത്. അപ്പോൾ ആ ടീമുകളൊക്കെ അവിടെ സേഫായിട്ട് നിന്നായിരുന്നു. അങ്ങനെ ഇപ്പം വോട്ടണ്ണനില്ല, അണ്ണൻ്റെ വോട്ടങ്ങ് പോയി. അണ്ണൻ നൈസായിട്ട് അങ്ങ് പുറത്തായി. അപ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗബ്രി പോയി കഴിഞ്ഞാൽ ജാസ്മിൻ നല്ല രീതിയിൽ കളിക്കും എന്നുള്ള രീതിയിലാണ്. ജാസ്മിൻ ഒരാഴ്ച അങ്ങ് ഡിപ്രഷൻ അടിച്ചത് പണ്ടാറ് തുടങ്ങിപ്പോയി. ജാസ്മിൻ വിചാരിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അണ്ണൻ തിരിച്ചു വരുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ വന്നില്ല. പോട്ടെ, പറഞ്ഞിട്ട് കാര്യമില്ല. അത് ആ ഒരു സീസണിൻ്റെ അങ്ങനെ അങ്ങ് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പുറത്തിറങ്ങിയ ഷോയഫും കാര്യങ്ങളൊക്കെ നമ്മളാണ്. ഷോയഫ് മാത്രമല്ല, ഞാൻ ഒരു കാര്യം തുറന്നു പറയാം, അവൻ ശരിക്കും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവളെ ആൾക്കാർ വലിച്ചു കയറും, അതുപോലെ കൂട്ടും. അതിനെല്ലാത്തിനും കാരണക്കാരൻ ഇവനാണ്. അപ്പോൾ അതിനെന്തെടുത്ത് ഇവൻ കൂടെ തന്നെ നിന്നു. കൂടെ നിൽക്കുമ്പോൾ എന്തായാലും നമ്മുടെ ഓഡിയൻസിന് ജാസ്മിനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ഓഡിയൻസ് ഉണ്ട് കണ്ടോ. ഒരു ആപത്ത് സമയത്ത് വന്നിട്ട് പോലും ആപത്ത് സമയത്ത് അവൻ കൈവിട്ടില്ലല്ലോ എന്നുള്ളൊരു രീതിയിലാണ് അവൻ അത് നല്ല രീതിയിൽ മുതലാക്കിയിട്ടുണ്ടായിരുന്നു. ജാസ്മിൻ ഫാൻസാർക്ക് ഞാൻ പറയുന്നത് എന്താ ചിലപ്പോൾ മനസ്സിലായി കാണുമെന്ന്. ആ സമയത്തൊക്കെ ഞാൻ ഓരോ കാര്യങ്ങൾ സെർച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് കറക്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. പിന്നെ ഇടയ്ക്ക് കുറച്ച് നാളത്തേക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പഴയപടി തിരിച്ചു വരാൻ ശ്രമിക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, അതും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഗബ്രിയാണ് പണ്ട് സംസാരിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഞാൻ പറഞ്ഞുതരാം. രണ്ട് സിമിലർ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരു പ്രഷർ സിറ്റുവേഷനിൽ ഇട്ടാൽ ഓപ്പോസിറ്റ് സെക്സിലുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള സിമിലർ മെന്റാലിറ്റി ഉള്ള പെട്ടെന്ന് കണക്ട് ആവാൻ സാധ്യതയുള്ള ആളുകളാണെങ്കിൽ ഹ്യൂമൻ ബോഡി റിയാക്ട് ഫ്ലാഷ് ബാക്ക് കണ്ടല്ലോ. അന്ന് പറഞ്ഞതാണ് ഈ പറഞ്ഞ ജാസ്മിനെയും പുള്ളിയെ കുറിച്ചുള്ള ബിഗ് ബോസ് ഷോയ്ക്കകത്ത് ബോഡിയൊക്കെ റൈറ്റ് ചെയ്യും, അത് ചെയ്യും, മറ്റേ ചെയ്യും, മറിച്ച് ചെയ്യും എന്നൊക്കെ പറഞ്ഞ പോലെ ഡയലോഗ് അടിച്ച് നിങ്ങൾ കേട്ടല്ലോ. അവനാണ് മുമ്പത്തെ വീഡിയോയില സിംഗിളാണ്, അതാണ് മെറ്റയാണ് എന്നൊക്കെ.
അല്ല കുളിക്കാൻ പോയി എന്നെ വിളിച്ചിരുത്തി അടുത്തിരുത്തി വന്ന് സംസാരിച്ച കഴിഞ്ഞ ഉമ്മയൊക്കെ തന്നെ കുളിക്കും. ഇവർ വന്ന് കയറി ഒരു എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഡേ തന്നെ ഒരു വാഴത്തോട്ടത്തിൽ പോയിരിപ്പായിരുന്നു പരിപാടി. ഗബ്രി, ജാസ്മിൻ, അങ്ങനെ പിന്നെ പുറത്തൊരു റിലേഷൻഷിപ്പ് ഒരു പയ്യനുണ്ടായിരുന്നു, ഒരാളുമായിട്ട് ഇഷ്ടത്തിലൊക്കെ ആയിരുന്നു. അവിടെ കുത്തിത്തിരിപ്പാട്ടോ ഉണ്ടായേ. റിയൽ ലൈഫിലെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നല്ല രീതിയിൽ അറിയാം. നല്ല കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവനെ കൊണ്ട് അൻഫലോ എന്തോ എൻ്റെ പേര് അഫ്സലോ, അവനെ കൊണ്ട് വീഡിയോ എടുപ്പിക്കണം, നീ ഇടണം, നീ ചെയ്യണം, നീ ചെയ്തില്ലെങ്കിൽ ശരിയാവത്തില്ലടാ, നീ പറയുന്ന കൂട്ടല്ല നിൻ്റെ ഭാവി എന്നൊക്കെ പറഞ്ഞ് അവനെ കുത്തി അവനെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവൻ സത്യം പറഞ്ഞ് പെട്ടുപോയായിരുന്നു പുറത്ത് നിൽക്കുന്നവന്. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ അവൻ്റെ ഉള്ളു പടയ്ക്കുന്നതല്ല, ഇങ്ങനെയുള്ള സീൻസൊക്കെ കാണുമ്പോൾ ഒരു ആണിൻ്റെ പടഞ്ഞു പോകും, സത്യമാണ്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കുത്തിത്തിരിപ്പും കൂടെ ഉണ്ടാക്കി കൊടുക്കുന്ന കുറച്ച് ടീംസ് ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ കൊടുക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ആ ഒരു രീതിയിലാണ് അന്ന് അവൻ ആ വീഡിയോ ഇട്ടത്. അവിടെ കാമുകൻ എന്ന് പറയുന്ന വ്യക്തി, ഞാൻ അതിനെക്കുറിച്ചൊന്നും എടുത്തിട്ടില്ലായിരുന്നു. നമ്മൾ ബിഗ് ബോസിൻ്റെ റിവ്യൂ മാത്രമേ പോകുന്നുള്ളായിരുന്നു. അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഞാൻ പിന്നീട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് കഥകൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ പെടുത്താൻ വേണ്ടി വലിയ 2 ടീം തന്നെ ആ ഷോയ്ക്കകത്ത് നിന്ന് പുറത്തായതും പിന്നെ അവിടുന്ന് വയ്യാതെ പോയ ഒരു വ്യക്തിയും കൂടെ പല ആൾക്കാരെ കാണാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ പോയിട്ടും ഉണ്ടായിരുന്നു. അവർ ഭയങ്കര ഡിസ്കഷനൊക്കെ നടത്തി എങ്ങനെയെങ്കിലും ഇവിടെ അകത്തിട്ട് തറത്തണം, പുറത്തിറങ്ങുമ്പോൾ ഇവിടെ നാറ്റിക്കണം, ആ ഒരു ചിന്തയായിട്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതെനിക്ക് ഇപ്പോഴും 2 വർഷമായി ആ ഒരു സംഭവം നടന്നിട്ട് എനിക്കിപ്പോഴും കാണാപ്പാടമാണ് അതിനെക്കുറിച്ചുള്ള കാര്യം പറയാലോ. അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പുറത്ത് കുറേ ആൾക്കാർ തകർക്കാൻ നോക്കിയപ്പം അത് അറിഞ്ഞപ്പോൾ എനിക്ക് ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. കാരണം പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അതിനെ വലിച്ചു കീറാൻ ഒരുപാട് ആൾക്കാർ ഇവിടെ നിൽപ്പുണ്ട്, ആൾക്കാരുടെ മുമ്പിൽ വിഷം ഇട്ട് കൊടുക്കാൻ വേണ്ടി. കാരണം കാണിച്ചത് പോക്കരത്തരമാണ്. അത് വെച്ചിട്ട് ഒരാളെ കൊലയും കൂടെ ചെയ്യാൻ നോക്കുമ്പോൾ ഒന്ന് ആലോചിച്ചേ. കാരണം അവർ ചെയ്ത തെറ്റുകൾ മറയ്ക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, നമുക്കിനി ഈ വീഡിയോയിലോട്ട് വരാം. ഞാൻ ഈ കഥാപ്രസംഗം നിർത്തുകയാണ്. നമ്മുടെ ഉള്ളിൽ ഹോർമോൺസ് ഉണ്ട്, നമ്മുടെ ഉള്ളിൽ കുറെ പരിപാടികളുണ്ട്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യമുണ്ട്. അതിപ്പോ കല്യാണം കഴിഞ്ഞാലാണെങ്കിലും എന്താണെങ്കിലും തോന്നും. എന്തായാലും നല്ലൊരു മെസ്സേജാണ് നീ സമൂഹത്തിന് കൊടുത്തത്. നിന്റെ അപ്പൊ തുമ്പത്ത് ചൊറിച്ചലിന്റെ ആണെന്ന് തന്നെ അന്നേ നീ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഉള്ളിൽ ഉള്ള ഹോർമോൺസ് ആണ് നമ്മൾ എന്ന ഫീലിംഗ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. ഹോർമോൺസ് വന്നില്ലെങ്കിലാണ് നമുക്ക് എന്താ പ്രശ്നമുള്ളത്. ഓക്കെ, അതിൻ്റെ ഓർണമെൻറ്റ്സ് ഞാൻ പെട്ടെന്ന് എൻ്റെ ഒരു ഓർണമെൻറ്റ്സിൻ്റെ കാര്യം ഒന്ന് ചിന്തിച്ചു പോയി. ഓക്കെ, ആ സമയത്ത് റീലെടുക്കുന്നു, ഷൂട്ട് ചെയ്യുന്നു, എന്തൊക്കെയായിരുന്നു അമ്പമ്പിലും മലപ്പുറം കത്തി വിഷയം കണ്ണ്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഡിഫൈൻ ചെയ്യാൻ ഒരുപാട് നാൾ നടന്നൊക്കെയാണ്. പക്ഷേ ആ ഡെഫിനേഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഇറ്റ് ഈസ് സംതിങ് സ്പെഷ്യൽ. അപ്പോൾ ഐ എം എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ഫോർ ഹർ. ഐ എം എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ഫോർ ജാസ്മിൻ ഇൻ മൈ ലൈഫ്. ഓ കണ്ടല്ലോ, എന്താ സ്നേഹം, എന്താ ഇത്. ഒരു വ്ളോഗിൽ മാത്രമേ ഉള്ളായിരുന്നു ഇതൊക്കെ എന്ന് ഓർക്കുമ്പോഴാണ് ഇപ്പോൾ എല്ലാവരും ആൾക്കാർ തമാശയായിട്ട് എടുക്കുന്നത്. ഉള്ള കാര്യം പറയല്ലേ, ഇവൻ സേഫായി, അവളെയും സേഫാക്കാൻ വേണ്ടിയായിരിക്കും ഇതൊക്കെ ചെയ്ത് കൂട്ടിയത്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കണം, സോഷ്യൽ മീഡിയയാണ്, എത്ര കാലം കഴിഞ്ഞാലും ഒന്ന് അകന്ന് കഴിഞ്ഞാൽ ആൾക്കാർ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിരിക്കും. ഇടയ്ക്ക് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്തിട്ടുണ്ടായത് അത് ഊഹിക്കാന്നുള്ളായിരുന്നു. കാരണം എന്താ, ഇവർ ഒരു ഷോർട്ട് ഫിലിം റിലീസ് ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു ആൽബം റിലീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിപ്പം ഈ അൺഫോളോ ചെയ്യുമ്പോൾ എല്ലാവരും കൂടെ പോയി കാണുകയൊക്കെ ചെയ്യുമല്ലോ. അതിനുവേണ്ടി എൻ്റെ പൊന്നോ ഗബ്രിയണ്ണൻ്റെ ഒരു ബുദ്ധി. ഓക്കെ, ഇപ്പം എന്തോ നൈസായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുകയാണെന്നാണ് തോന്നുന്നത്. ഞാൻ അറിഞ്ഞ കാര്യം കൂടെ പറയാം. ജാഫ്രിക്ക് ഈ ബന്ധത്തിനോട് വലിയ താല്പര്യം കാര്യങ്ങളൊന്നുമില്ല. ഇത് ജെനുവിനായിട്ടുള്ള സോഴ്സിൽ തന്നെയാണ്. പുള്ളിക്ക് വലിയ താല്പര്യമോ കാര്യങ്ങളൊന്നുമില്ല. കാരണം അതുപോലെ ഇൻസൾട്ടായിട്ടൊരു വിഷയമാണ്. അതുകൊണ്ട് ആ ഒരു ബന്ധം വേണ്ട. പിന്നെ ഉള്ളിൽ അവൾക്കും ഇഷ്ടമുണ്ട്, അവനും ഇഷ്ടമുണ്ട്. അത് ഞാൻ അറിഞ്ഞൊരു സംഭവമാണ്. ഇനിയിപ്പം രണ്ടുപേർക്കും മാറിയേ പറ്റൂ. കാരണം രണ്ടുപേർക്കും ഒരു ലൈഫ് ഉള്ളതാണ്. അപ്പം പെതുക്കെ മാറുവാണെന്ന് ചിന്തിക്കുവാണെങ്കിൽ ശരിയാണ്. വരാൻ പോകുന്നൊരു പെൺകുട്ടി അതിപ്പോൾ അവൻ്റെ ലൈഫിലാണെങ്കിൽ ഇവിടെ ലൈഫിലൊരു ചെറുക്കം വരുവാണെങ്കിൽ അവർക്ക് സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ ഇവർ രണ്ടുപേരും അതിനേ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇവർ കാട്ടിക്കൂട്ടിയെ വെച്ചൊന്ന് ചർച്ച ചെയ്ത് പോകുന്നത് മാത്രമല്ല, രണ്ടുപേരും സന്തോഷമായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നല്ല രീതിയിൽ ജീവിക്കട്ടെ. ജാസ്മിൻ കിട്ടാൻ പോകുന്ന ചെറുക്കനെ കുറിച്ച് ഗബ്രി എന്താ പറഞ്ഞത്, ഗബ്രി ഏതെങ്കിലും ഒരു പെണ്ണെ കേട്ടുമല്ലോ, അവർ സന്തോഷമായിട്ട് ജീവിക്കുക ചെയ്യട്ടെ. ഓക്കെ, സമയം കിട്ടാറുണ്ടല്ലോ, എടുക്കാത്തതുണ്ടല്ലോ, അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാം ട്രൈ ചെയ്ത് നോക്കാൻ പറ്റില്ല. എല്ലാം ഞാൻ കുറെ ഞാൻ എടുത്ത് നോക്കി കണ്ടു. ബിഗ് ബോസിലോ ഒരു വാഴത്തോട്ടുള്ള സീൻ ഇവിടെ ആർക്കും ഇതുവരെ മാറി കിട്ടിയിട്ടില്ല ബ്രോ. അവൻ്റെ ചോദ്യമൊക്കെ കേട്ടില്ലേ, ബിഗ് ബോസിൽ പോകുന്നുണ്ടെന്നും. ഏതെങ്കിലും സിനിമ ഇറങ്ങുവാണെങ്കിൽ ജാസ്മിൻ്റെ ഏതെങ്കിലും സിനിമ അന്നൊക്കെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നതൊക്കെ കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഷോ വരെ പോകുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അവനെ നാക്കി വിട്ട് അങ്ങോട്ട് ചെയ്താൽ എന്തായാലും ജാസ്മിൻ ഉണ്ടാക്കിയ ഒരു ഓളം എനിക്ക് തോന്നുന്നില്ല ഇതുപോലൊരു കണ്ടസ്റ്റൻറ്റ് ഞാനൊരു ഷോയിൽ വരുമോ എന്നുള്ള രീതിയിൽ തന്നെ. ഓക്കെ, എന്തെങ്കിലും ആട്ടെ, ഒന്ന് സംസാരിച്ചത് മാത്രമേ ഉള്ളൂ. അവരെവിടെ ആയാലും ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ. അവളവിടെ ജീവിതം, അവനവരുടെ ജീവിതം ഒക്കെ അത്രമാത്രം. കാരണം എന്ന് വെച്ചാൽ
അവൻ ഹേറ്റ് മാറാൻ വേണ്ടി മാത്രം നിന്നെയാണ്. അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. അവൻ്റെ വീട്ടുകാരെ അക്സെപ്റ്റ് ചെയ്തില്ല, ഇവിടെ വീട്ടുകാരും അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പോൾ ഇപ്പോഴേ എല്ലാം മാറി ഒരു മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് നല്ലൊരു ബന്ധമൊക്കെ വരുവാണെങ്കിൽ ആ വ്യക്തിയായിട്ട് ആരൊക്കെയാണെന്ന് വെച്ചാൽ ഹാപ്പി ആയിട്ട് ജീവിച്ച് പോകാം. ഓക്കെ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്ബൊക്കെ ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്. ബൈ ബൈ. എല്ലാവരും സേഫായിട്ടിരിക്കുക.